ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ നമ്മൾ പോയിട്ട് വന്ന് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ 3-ാം തീയതി വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 4-ാം തീയതി എടുത്തൊരു വ്ളോഗാണ്. വന്ന് കയറി വീട്ടിൽ മൊത്തം ഫുൾ മെസ്സായിട്ട് കിടക്കായിരുന്നു. ഒരു ഫുൾ ഡേ ക്ലീനിങ് റുട്ടീനാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇത്തവണ ഞാൻ ആദ്യമായിട്ടാണ് ചെടികൾ കൊണ്ടുവരുന്നത് നാട്ടിൽ നിന്ന്. എല്ലാവരും കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതേപോലെ ബോക്സിലൊക്കെ ആക്കി ഒരു നനഞ്ഞ തുണിയിൽ വെച്ച് കവർ ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. എന്തായാലും കേടൊന്നും കൂടാതെ നന്നായിട്ട് തന്നെ കിട്ടി. അപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചെടി നടാണ്. മണ്ണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെടിച്ചട്ടിയും ഞാൻ ഇത്തവണ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ ചെടിച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 5 പീസായിരുന്നു. അത് എത്രയോ 399 രൂപയോ അത്രയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല കളർഫുള്ളായിട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അത് ചെടികളെല്ലാം നടാനുള്ള തിരക്കിലാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ചെടി കൊണ്ടുവരുന്നത് തന്നെ അധികം ചെടികൾ കൊണ്ടുവരാനായിട്ടുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു 3-4-5 ചെടികൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സ്നേക്ക് പ്ലാന്റ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം യെല്ലോ കളറിലെ വരയുള്ളതും പിന്നെ നോർമൽ ആയിട്ടുള്ളതും, പിന്നെ ഒരു മുള പോലത്തെ ഒരു ഐറ്റം, പിന്നെ ഇതിനൊന്നും പേര് സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ നന്നായിട്ട് അറിയാൻ ഇപ്പം അറിയില്ല. പിന്നെ നോർമൽ പോത്തോസും പിന്നെ മാർബിക്യൂൺ പോത്തോസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെടികളൊന്നും പേര് പോലും അറിയില്ല, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ ചെടിയെല്ലാം വെച്ചിട്ട് അത് നമ്മുടെ വിൻഡോൻ്റെ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സ്നേക്ക് പ്ലാന്റ് മാത്രം ഞാൻ ഉള്ളിൽ കൊണ്ട് വെക്കാണ് കേട്ടോ. അത് ഉള്ളിൽ വെച്ചാലും നന്നായിട്ട് വളരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കൊണ്ട് വെക്കുകയാണ്. പിന്നെ സൈഡിൽ തന്നെ വെക്കുക, അതുകൊണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരുമായിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഞാൻ ഉച്ചക്കത്തേനുള്ള അരിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ സാധാരണ ഇതുപോലെ എന്തെങ്കിലും വറുത്ത പലഹാരങ്ങൾ കറുമുറ കഴിക്കുന്ന സ്നാക്സൊക്കെ ഉണ്ട്. ഇത്തവണ ഞാൻ നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെടിയെല്ലാം നട്ട് കഴിഞ്ഞപ്പോൾ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയി. നല്ല വെയിലായിരുന്നല്ലോ, അപ്പം വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയി. അപ്പം വിശന്നപ്പം ഞാൻ അത് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അവിടുന്ന് കൊണ്ടുവന്നപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ പാക്ക് ചെയ്തൊക്കെ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും തണുത്തുപോയി. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പോയപ്പോൾ അത്യാവശ്യം വീണ്ടും നന്നായിട്ട് കട്ടിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ചൂടാക്കുമ്പോൾ വീണ്ടും നമ്മൾ മേടിച്ച അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളന്ന് പോകുന്നതിന് മുന്നേ ഞാൻ കിച്ചൺ സിങ്ക് എല്ലാം ക്ലീൻ ചെയ്തിട്ടതാണ്. വന്നിട്ട് ആദ്യം തന്നെ കറി എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ.
വന്ന് പിറ്റേ ദിവസമല്ലേ, അപ്പോൾ പച്ചക്കറികളും അതുപോലെ രാത്രിയിലാണ് വന്നത്, അപ്പോൾ പച്ചക്കറികളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പയർ തോരൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ. അപ്പോൾ പയർ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പയർ ആദ്യം അടുപ്പത്ത് വെക്കാണ്. ഓൾറെഡി നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റത് ലേറ്റ് ആയിട്ടാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ചെടി നടാൻ പോയി. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് വന്ന് നന്നായി ലേറ്റായിപ്പോയി. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് റെഡിയാവുന്ന സാധനം വെക്കണമെന്ന് വിചാരിച്ച് തന്നെ പയർ സവോളയും വെളുത്തുള്ളിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാണ്. പിന്നെ നാട്ടിൽ നിന്ന് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഓൾറെഡി ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സവോള ഇടാതെയാണ്, ഇനി എങ്ങാനും ചീത്തയായി പോയാലോ എന്ന് ഓർത്തിട്ട് സവോള ഇടാതെയാണ് ഫ്രൈ ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സവോള നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടാണ് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വേറെ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് സവോളയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് ബീഫിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ പയർ തോരൻ വെക്കാനായിട്ട് ഞാൻ ഓൾറെഡി പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കടുക് മാത്രമേ പൊട്ടിക്കണുള്ളൂ. പിന്നെ ഇനി അതിനകത്തേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നില്ല. വേവിച്ചപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ഇനി ചെറിയ ഉള്ളി ഇടാൻ നിൽക്കുന്നില്ല. ചുമ്മാ കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് തേങ്ങ ഇട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് പയറിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പറഞ്ഞല്ലോ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കറി റെഡിയാക്കാനായിട്ടുള്ള പെടാപ്പാടിലാണ്. പിന്നെ ഇത്തവണ വന്നപ്പോൾ ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഉണക്കച്ചെമ്മീൻ. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. എങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ഇന്ന് ചോറിന് പയർ തോരനും അതുപോലെ കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തതും പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തതും. പിന്നെ ഞാൻ ഇത്തവണ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വേറെ അച്ചാറൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നില്ല. പക്ഷെ ഞാൻ ഇത്തവണ ടേസ്റ്റി നിബിൾസിൻ്റെ ഒരു അച്ചാറിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളി അച്ചാർ. എനിക്ക് നാട്ടിൽ വെച്ച് കഴിച്ചിട്ട് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത്തവണ വരുമ്പോൾ മേടിക്കണം എന്ന് വിചാരിച്ച് തന്നെ മേടിച്ചിട്ട് പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച്. രാവിലെ എണീറ്റ് വേറെ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോകുന്നതിന് മുന്നേ ബെഡ്ഷീറ്റൊക്കെ മാറിയിട്ടിട്ട് പോയിരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പില്ലോ കവറും ബെഡ്ഷീറ്റും എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പില്ലോ കവറും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാണ്.
ബെഡെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ഇച്ചിരം കയറി കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു 4-4:30 ആയപ്പോൾ പയ്യനെ എണീറ്റ് ചായ കുടിക്കലാണ്. രാവിലെയും വൈകിട്ടും ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പം എന്തായാലും വൈകിട്ട് പ്രത്യേകിച്ച് ഉറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചായ കുടിക്കണമല്ലോ. അപ്പം ആ സമയത്ത് ഞാൻ ആദത്തിനെ വിളിക്കുന്നുണ്ട് വീട്ടിൽ. ആദത്തിനോട് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത്. ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ പയ്യനെ തൂക്കലും തുടക്കലും ഒക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. രാവിലെ അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പയ്യനെ വന്ന് ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ ബാക്കി ക്ലീനിങ്ങും പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതെല്ലാം നന്നായിട്ട് തൂത്ത് തുടച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പാകാൻ തുടങ്ങിയത് കൊണ്ട് നേരത്തെ തന്നെ രാത്രി പെട്ടെന്ന് തന്നെ ഇരുട്ടും. അപ്പോൾ ഞാൻ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പയ്യനെ പോയി ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് എല്ലാം കൊണ്ടിട്ടു. പിന്നെ പാത്രം കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതും കഴുകി ക്ലീനാക്കി. പിന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു. 2 ആഴ്ചയായിട്ട് തൂത്തും തുടപ്പൊന്നും ഇല്ലാത്തതിൻ്റെ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല പൊടി ഉണ്ടായിരുന്നു. ടേബിളിലായിക്കോട്ടെ തറയിലും ഒക്കെ കാര്യമായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പം എല്ലായിടവും നന്നായിട്ടൊന്ന് ഫസ്റ്റ് ഞാൻ ടേബിളും കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ പൊടി സ്പ്രേ ചെയ്തിട്ട് പൊടിയെല്ലാം തൂത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ തൂത്തിടാണ്. നല്ല പൊടി ഉണ്ടായിരുന്നു താഴെയാണെങ്കിലും. ഞാനാണെങ്കിൽ മൊത്തം ആദ്യം എല്ലായിടത്തും നന്നായിട്ട് തൂത്തിട്ട് ആണ് പിന്നെ തുടയ്ക്കാൻ നിൽക്കുള്ളൂ. ചിലർ ആദ്യം ഒരു മുറി തൂത്ത് പിന്നെ ആ മുറി തുടച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് മൊത്തം ആദ്യം പൊടിയെല്ലാം തട്ടി തൂത്തിട്ടിട്ട് പിന്നെ തുടയ്ക്കലാണ്. അപ്പം ആദ്യം എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ എന്താ പറയുക എളുപ്പമായിട്ട് അതാ ആ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ തൂത്തിട്ട് പിന്നെ തുടയ്ക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സോഫയുടെ സൈഡിലെല്ലാം നല്ല പൊടി ഉണ്ടായിരുന്നു, അതും നന്നായിട്ട് വാക്യൂം ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർപ്പറ്റിലും നല്ല പൊടി ഉണ്ടായിരുന്നു. കാർപ്പറ്റ് വാക്യൂം ചെയ്തെടുക്കുന്നതിന് ആദ്യം ഞാൻ കാർപ്പറ്റ് പുറത്ത് കൊണ്ട് നന്നായിട്ട് കൊട്ടിയിട്ടാണ് പിന്നെ വാക്യൂം ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ അലക്കി കൊണ്ടുവന്നിട്ട് തുണിയും കൂടെ മടക്കി വെക്കണം, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും. വീണ്ടും വീണ്ടും അത് കുമിഞ്ഞ് കൂടല്ലാതെ കുറയില്ല. അപ്പോൾ പിന്നെ അത് മടക്കി കബോർഡിലെടുത്ത് വെക്കുകയാണ്.
അപ്പം തന്നെ ഒരു 6 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളും കുറച്ച് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം എടുത്ത് വെച്ച് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു എന്താ പറയുക ഒരു ക്ലീനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. വീഡിയോ മൊത്തത്തിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.